Hello dears, good evening. Welcome back to our Plus 2 English class. Today let's learn a focus area poem, Rise by Chemmanam Chacko. Focus area എല്ലാവർക്കും കിട്ടി. There are 9 lessons for Plus 2 English. നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ 9 ലെസൺസ് ആണ്. അതിൽ തന്നെ there are 3 poems included in your focus area and one of the focus area poem is Rise. അല്ലേ, ഇപ്രാവശ്യം നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ 3 പോയം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പോയമാണ് ഈ റൈസ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതിയോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഫോക്കസ് ഏരിയ മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം ഫുൾ മാർക്കോ അല്ലെങ്കിൽ A+ഓ ഇംഗ്ലീഷിന് സ്കോർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ബിക്കോസ് യു നോ ലാസ്റ്റ് ഇയർ യു ഹാവ് 120 മാർക്സ് ഫോക്കസ് ഏരിയ ലെസൺസ്. 120 മാർക്സിന് ഫോക്കസ് ഏരിയ തന്നിട്ട് 80 മാർക്സിനാണ് നിങ്ങൾ എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് 80 മാർക്സ് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റി. പക്ഷേ ഇപ്രാവശ്യം ഫോക്കസ് ഏരിയ 84 മാർക്സിനാണ്. ആ 84 മാർക്സിൽ നിന്ന് നിങ്ങൾക്ക് 80 സ്കോർ ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഡബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 160 മാർക്സിനല്ല 120 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം, അതായത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ പഠിച്ച എല്ലാ ലെസൺസും പഠിക്കുക. അതിനോടൊപ്പം ഫോക്കസ് ഏരിയ ലെസൺസ് കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. ഈ പോം ഒന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. റൈസ് ഈസ് എ സാറ്റയർ. സാറ്റയർ മീൻസ് ഒരു പരിഹസിക്കുന്ന, അല്ലേ? സാറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാറ്ററൈസ്, അല്ലേ? അപ്പോൾ സാറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, കളിയാക്കുന്ന ഒരു പോയമാണ് ഇത്. This poem, Rise, is written by Chemmanam Chacko. He was a Malayalam poet. He has written this poem, Rise, in Malayalam with the title നെല്ല്. റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അരി എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? പക്ഷേ നെല്ല് എന്നുള്ളൊരു ടൈറ്റിൽ ചെമ്മനം ചാക്കോ എഴുതിയൊരു മലയാളം പോയമാണ് ഇത്. Then that Malayalam poem, നെല്ല്, that was translated into English by Professor Ayyappa Panikar. So originally this poem Rise was written in Malayalam and then it was translated into English by Professor Ayyappa Panikar. And listen, now let's learn about the author or the writer or the poet. That is in page number 117, about the poets. First, Professor Chemmanam Chacko. Professor Chemmanam Chacko was a Malayalam poet. He has written this poem Rise in Malayalam with the title നെല്ല്, അല്ലേ? നെല്ല് എന്നുള്ള ടൈറ്റിലോട് കൂടി എഴുതിയൊരു പോയമാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ് കേട്ടോ. ആൻഡ് ഹി ഹാസ് ഫോട്ട് against the systems that was prevalent in our society through his writings. He has a habit of fighting the unnecessary things or something that he doesn't like. He satirizes through his poems. He has the habit of satirizing the systems that was prevalent in our society through his writings. അപ്പോൾ ഈ റൈറ്റർ, ഈ പോയിറ്റ് ചെമ്മനം ചാക്കോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ പോയിറ്റ് തൻ്റെ കവിതയിലൂടെ, പോയംസിലൂടെ അത് കളിയാക്കാറുണ്ടായിരുന്നു, അല്ലേ? അത് നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ഉപാധിയാണെന്ന് പറയാം, അല്ലേ? അപ്പോൾ പോയം വായിക്കുമ്പോൾ ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടും. അതിൽ നിന്നൊക്കെ കുറച്ച് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ദിസ് പോയം ഇസ് എ സാറ്റയർ. പരിഹാസമാണ്, പല പല കാര്യങ്ങളെ പരിഹസിക്കുന്നുണ്ട് പോയിറ്റ്. And this poem is originally written in Malayalam and it was translated into English by Professor K. Ayyappa Panikar. Professor K. Ayyappa Panikar was also a Malayalam poet, but he was a well-known teacher of English in various colleges and universities before retiring as the director, Institute of English, University of Kerala. Okay, he was a poet, he was a Malayalam poet, but he was an English teacher. He was an English teacher
in various colleges and universities. Okay, that's about the writers. മനസ്സിലായല്ലോ? ഈ പോയമിൽ 2 പേര് വരുന്നുണ്ട്. മലയാളത്തിൽ ഈ പോയം നെല്ലെന്ന് എഴുതിയത് ചെമ്മനം ചാക്കയാണ്. ചെമ്മനം ചാക്കോ ആണ്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് പ്രൊഫസർ അയ്യപ്പ പണിക്കർ. ഓക്കെ, ദിസ് പോം ഇസ് എ സാറ്റയർ. ഈ പോയം ഒരു സാറ്റയർ ആണ്. പലപ്പോഴും ഈ പോയം റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ഈ പോം റൈസ് ആസ് എ സാറ്റയർ, കമൻറ്റ് ഓൺ ദ പോം റൈസ് ആസ് എ സാറ്റയർ. ഈ പോം ഒരു പരിഹാസമാണ്. എന്തിനെയൊക്കെ കുറിച്ച് പരിഹസിക്കുന്നു അതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതുക, ഒരു പാരഗ്രാഫ് എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഈ പോയം റിലേറ്റ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എവറിത്തിങ് ഐ ഹാവ് അപ്ലോഡഡ് ഫോർ ദ സ്റ്റുഡൻസ് ഓഫ് ലാസ്റ്റ് ഇയർ. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പോയം റിലേറ്റ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ദർ വർ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. 1, അപ്രീസിയേഷൻ ഓഫ് ദ പോം റൈസ്. ഈ പോയമിൻ്റെ അപ്രീസിയേഷൻ അല്ലേ, ഒരു ആസ്വാദനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ പോം റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്രീസിയേഷൻ ഓഫ് ദ പോം റൈസ്. സെക്കൻഡ് വൺ, കമൻറ്റ് ഓൺ റൈസ് ആസ് എ സാറ്റയർ. എങ്ങനെ നമുക്ക് ഈ പോം റൈസ് ഒരു സാറ്റയർ അല്ലെങ്കിൽ ഒരു പരിഹാസമാണെന്ന് എങ്ങനെ പറയാം, ആ ആൻസർ അതിലുണ്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ദിസ് പോം ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റി. ഈ റൈസ് എന്നുള്ള പോയം എന്നുണ്ട്, ദാറ്റ്സ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റി. കുറേ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകളും, പിന്നെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് പറയാം? അപ്പോൾ അങ്ങനെ 3 ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പഠിക്കാം. യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, സുനിതാസ് ഫേവറേറ്റ് വേൾഡ് റൈസ്. അപ്പോൾ ആ റൈസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ആ 3 ആൻസേഴ്സ് ഉള്ളൊരു വീഡിയോ കിട്ടും. ആ ആൻസേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. വീഡിയോ ആയിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആൻസർ അതിലുണ്ട്. ബോർഡിൽ എഴുതി കാണിക്കുന്നത് പോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ആൻസർ കാണാം. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് പഠിക്കാം അല്ലേ. ഇപ്പോൾ തന്നെ നമുക്കിനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ 1 മാസമേ പഠിക്കാനുള്ളൂ അല്ലേ. പിന്നെ പ്രാക്ടിക്കൽ എക്സാം, മോഡൽ എക്സാം എല്ലാം ഇങ്ങനെ എന്താ വരിയായിട്ട് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ആകെ പഠിക്കാൻ കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 1 മന്ത്. ആ 1 മാസത്തിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ലെസൺസ് വേണമോ, ഇനി ഏതൊക്കെ പഠിക്കണോ അത് നിങ്ങൾ സെർച്ച് ചെയ്യുക കേട്ടോ. പ്ലേലിസ്റ്റ് ഉണ്ട് ഈ ചാനൽ സുനിതാസ് ഫേവറേറ്റ് വേൾഡിലെ പ്ലേലിസ്റ്റ് നോക്കുക. പ്ലേലിസ്റ്റിൽ +2 ഇംഗ്ലീഷ് എന്നൊരു പ്ലേലിസ്റ്റാക്കി ഞാൻ തന്നിട്ടുണ്ട്. അതിൽ ഫോക്കസ് ഏരിയ ലെസൺസ് ആൻഡ് നോൺ ഫോക്കസ് ഏരിയ ലെസൺസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെയർ ഇൻക്ലൂഡഡ്. എവറിത്തിങ് നിങ്ങളുടെ +2-ന് വേണ്ട എല്ലാ കാര്യങ്ങളും +2 ഇംഗ്ലീഷ് എന്നൊരു പ്ലേലിസ്റ്റിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ കാര്യം എത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ പോയമിലേക്ക് പോകാം. നോക്കിക്കോളൂ. 1-2 എന്താ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചില കാര്യങ്ങളൂടെ പറഞ്ഞേക്കട്ടെ. ദിസ് പോം ഈസ് എ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഓഫ് എ നറേറ്റർ, ഓഫ് ദ നറേറ്റർ ഓർ ദ പോയറ്റ് who was returning to his homeland from North India. ഈ പോയമിലെ ഒരു നറേറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഈ പോയം എഴുതിയ ആൾ പോയിറ്റാണെന്ന് തന്നെ പറയാം. ഹി ഹാസ് എ നൊസ്റ്റാൾജിക് ഫീലിംഗ്. നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സ്കൂളിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പഴയ മെമ്മറീസ് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു മെമ്മറിയാണ് നമ്മൾ നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്ന് പറയുന്നത്. പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ ചില ആൾക്കാർ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് സ്വന്തം നാടിനെക്കുറിച്ചും പഴയ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒരു ഫീലിംഗ് വരും അല്ലേ. ദാറ്റ് ഈസ് ദ നൊസ്റ്റാൾജിക് ഫീലിംഗ്. ഇപ്പം നിങ്ങൾ വേറൊരു വീട്ടിൽ മാറി നിൽക്കുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒക്കെ ഒരു ഓർമ്മ വരും, ഒരു ഫീലിംഗ്. ദാറ്റ് ഈസ് ദ നൊസ്റ്റാൾജിക് ഫീലിംഗ്. മനസ്സിലായല്ലോ. സോ ഹിയർ ദ നറേറ്റർ ഓർ ദ പോയറ്റ്, നറേറ്റർ എന്ന് തന്നെ പറയാം അല്ലേ. ഈ പോയം നറേറ്റ് ചെയ്യുന്ന ആൾ, വിശദീകരിക്കുന്ന ദ നറേറ്റർ, he has been returning to his homeland in Kerala after 4 years of his study in North India. He was doing his doctoral studies in North India. North Indiaയിൽ 4 വർഷം ഡോക്ടറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, PhD ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരികയാണ്.
അപ്പോൾ തിരിച്ചു വരുമ്പോൾ അയാളുടെ മനസ്സിനകത്ത് 4 വർഷത്തിന് ശേഷം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അല്ലേ. ഞാൻ ഇവിടുന്ന് 4 വർഷത്തിന് മുമ്പേ പോയപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ആ ഒരു എക്സ്പെക്റ്റേഷനോടുകൂടി അയാൾ തിരിച്ചു വരികയാണ്. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അപ്പോൾ ഇവിടെ ഒരു പാർട്ട് 1 പാർട്ട് 2 എന്നുണ്ട് കേട്ടോ. പാർട്ട് 1 അയാളുടെ ഫുൾ എക്സ്പെക്റ്റേഷൻസ്, പാർട്ട് 2 എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലെത്തുമ്പോൾ അയാൾ കാണുന്ന റിയാലിറ്റി, ഇവിടെ നാടിനൊക്കെ എന്ത് മാറ്റം വന്നു എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പോം. See, so that is the nostalgic feeling of the narrator who is returning to his homeland in Kerala after doing his 4 years of doctoral degree in North India. Then in this poem, the poet Chemmanam Chacko narrates about the plight of farmers who are forced to move from food crops to cash crops. The plight of the farmers, plight എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ, അവസ്ഥ അല്ലേ. ഇപ്പം നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ, ഞാൻ ഏതൊരു വീഡിയോ തന്നപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നത് ഞങ്ങളുടെ ഒരു അവസ്ഥ അല്ലേ, ഞങ്ങളുടെ ഒരു ഇത്. അതുപോലെയാണ് ഇവിടെ ദ പ്ലൈറ്റ് ഓഫ് ദ ഫാമേഴ്സ്, ആ ഫാമേഴ്സിൻ്റെ അവസ്ഥ എന്താ, ഹു ആർ ഫോഴ്സ്ഡ് ടു മൂവ് ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ, ഭക്ഷ്യവിളകൾ അല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളിൽ നിന്നും കിട്ടുന്ന ആ കാശ്, അതിൽ നിന്നെല്ലാം മാറി വളരെ ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ക്യാഷ് ക്രോപ്സ്. ക്യാൻ യു സജസ്റ്റ് സം ക്യാഷ് ക്രോപ്സ്? പെട്ടെന്ന് കാശ് കിട്ടുന്ന ചില ക്രോപ്പ് അല്ലേ, ക്യാഷ് ക്രോപ്സ്, പെട്ടെന്ന് നമുക്ക് കാശ് കിട്ടുന്ന ചില കൃഷികളെക്കുറിച്ച് അല്ലേ, അതിനെക്കുറിച്ച്. റബ്ബർ, വെരി ഗുഡ്, റബ്ബർ. ദേവനാരായണൻ നല്ലൊരു കുട്ടിയാണ്. റബ്ബർ അല്ലേ. അപ്പോൾ റബ്ബർ, പിന്നെ ചില മരങ്ങളൊക്കെ നടുക. അപ്പോൾ ഈ കൃഷിയൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. the farmers are forced to move from food crops. Food crops എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ ഫുഡ് ക്രോപ്സ് മീൻസ്, ഫുഡ് ക്രോപ്സ് ഏതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പാഡി അല്ലേ, നെല്ല് കൃഷി, പിന്നെ ഗോതമ്പ്, അതൊക്കെ ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ കാശ് കിട്ടുന്നതാണ് റബ്ബർ, അതിലേക്കൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം പാഡി ഫീൽഡ് ടു റബ്ബർ പ്ലാന്റേഷൻസ്. ഓക്കെ, അതാണ് ഈ പോയമിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഒരുവിധം ഒരു ഐഡിയ കിട്ടിയാലോ. ഇനി നമ്മൾ സിനിമ കാണുന്നത് പോലെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, read the poem. Let's read the poem. Page number 115, Rise by Chemmanam Chacko, and it was translated by Professor K. Ayyappa Panikar. Okay. I come home at the end of 4 years of research in North India, having earned a doctoral degree and generous prize for my work on making toys with the husk. Bored with eating chapatis day after day, I am eager to eat a meal of Atikara rice. See, here first person narration, I, ഞാൻ എന്ന് പറയാണ്. Who is I here? The narrator or the poet അല്ലേ. ഇത് വിശദീകരിക്കുന്ന നറേറ്റ് ചെയ്യുന്നയാൾ അല്ലെങ്കിൽ പോയറ്റ് എന്ന് പറയാം. I come home at the end of 4 years of research in North India. The narrator is coming back to Kerala or his homeland after completing 4 years of research or doctoral study in North India. Having earned a doctoral degree, now he has earned a doctoral degree. Now he got a doctoral degree, or a doctorate kitti. And generous prize for my work on making toys with the husk. അയാൾക്ക് ഏതിനാണ് ഡോക്ടറേറ്റ് കിട്ടിയത്? മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. ഹസ്ക് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഹസ്ക് എന്ന് പറഞ്ഞാൽ ഈ നെല്ല് പൊളിക്കുമ്പോഴേക്കും നെല്ലിൻ്റെ പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ അരിയുടെ പുറത്തിരിക്കുന്ന ഉമി എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ഉമി എന്ന് പറയും കേട്ടോ, അതാണ് ഹസ്ക്. അപ്പോൾ ആ പണ്ട് കാലങ്ങളിൽ നെല്ല് മില്ലിൽ കൊണ്ടുപോയി അതിങ്ങനെ പൊടിക്കുമ്പോഴേക്കും അതിൽ നിന്നും അരിയും ഉമിയും സെപ്പറേറ്റ് ചെയ്ത് വരും കേട്ടോ. ഈ നെല്ലിൻ്റെ പുറത്തെ ആ ഒരു കവറിങ് ഉണ്ടല്ലോ, ഔട്ടർ കവറിങ്, അതാണ് നമുക്ക് ഉമി എന്ന് പറയാം. അപ്പോൾ ഈ ഉമി ഉപയോഗിച്ച് ഉമിക്ക് പറയുന്ന വേർഡാണ് ഹസ്ക്. ഓക്കെ, ഔട്ടർ ഷെൽ ഓഫ് ദ
എന്താ റൈസ് അല്ലെങ്കിൽ നെല്ലിൻ്റെ ഔട്ടർ കവർ അതുപയോഗിച്ച് ടോയ്സ് ഉണ്ടാക്കിയതിന് ഇയാൾക്കൊരു വലിയൊരു ഡോക്ടറേറ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പോയം കഴിയുമ്പോൾ നിങ്ങൾ പറയണം ഏതൊക്കെ കാര്യങ്ങളാണ് പോയറ്റ് ഇവിടെ സാറ്ററൈസ് ചെയ്യുന്നത്, പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്. ഹിയർ at the outset of the poem or in the opening of the poem itself, the poet satirizes for giving doctorate degrees for silly things, silly matters. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഗവേഷണങ്ങൾ നടത്തിയാണ് നമ്മൾ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഡോക്ടറേറ്റ് ഡിഗ്രി കൊടുക്കുന്നു, അതിനെ കളിയാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പിടികിട്ടി അല്ലേ? എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ദ പോം റൈസ് ആസ് എ സാറ്റയർ, ഏതൊക്കെ കാര്യങ്ങൾ പരിഹസിക്കുന്നു. അറ്റ് ദ ഔട്ട്സെറ്റ് ഓഫ് ദ പോയം ഇറ്റ്സെൽഫ് ദ പോയറ്റ് സാറ്ററൈസസ് ഓൺ ഗിവിംഗ് doctorate degree for silly matters. Here the narrator who has got doctorate degree for making toys with husk, അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഹസ്ക് ഉപയോഗിച്ച് ടോയ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ്, അല്ലേ, ടോയ്സ് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് അയാൾക്ക് ഡോക്ടറൽ ഡിഗ്രി കിട്ടിയത്. Bored with eating chapatis day after day, I am eager to eat a meal of Atikara rice. See, in North India, the narrator, he was bored with eating chapatis day after day. Every day he was eating chapatis. Now he is bored with eating chapatis and he is very eager to eat a meal of Atikara rice. What type of rice he was eager to eat? That is Atikara rice. Atikara rice, that's a common rice that is in നമ്മുടെ ഈ മിഡിൽ കേരള, മധ്യ കേരളയിലൊക്കെയുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു അരിയാണ് അത്തിക്കര റൈസ്. നമ്മുടെ ഓരോ നാട്ടിലും അരിക്ക് പല പേരുകളുണ്ടല്ലോ, അല്ലേ? ഇപ്പോൾ പൊന്നി, പവിഴം, ചമ്പാവ്, പിന്നെ പച്ചരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു അരിയുടെ പേരാണ് അത്തിക്കര റൈസ്. ഇയാളുടെ നാട്ടിലെ നറേറ്ററുടെ നാട്ടിലെ ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് അത്തിക്കര. സോ the writer or the narrator is very eager to have a meal of Atikara rice. It will be the planting season when I get there. Here, അല്ലേ, നമ്മളിങ്ങനെ ഒരു സിനിമയിലൊക്കെ കാണുന്നത് പോലെ അയാളിങ്ങനെ വളരെ ആകാംക്ഷയോട് കൂടെ കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ അയാളുടെ മനസ്സിലെ കുറേ ചിന്തകളാണ്, എക്സ്പെക്റ്റേഷൻസ് ആണ്. It will be the planting season when I get there, when I reach after 2 or 3 days. My place, there will be the planting season. It will be the planting season when I get there. And my father, his handloom dhoti stained with the yellow mud, excited about the waters of the Waranganal Canal, will greet me from the fields below our house, amidst the shouts of ploughing with the several oxen. It will be the planting season when I get there. And my father, his handloom dhoti stained with the yellow mud. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്ലാന്റിങ് സീസൺ ആയിരിക്കും. എൻ്റെ ഫാദർ, ഹിസ് ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻഡ് വിത്ത് യെല്ലോ മഡ്, അല്ലേ, സ്റ്റെയിൻഡ് വിത്ത് ഒരു ഈ മഡ് മീൻസ് ചെളി കാരണം എൻ്റെ അച്ഛൻ്റെ ധോത്തി, അല്ലേ, മുണ്ടെല്ലാം ചെളി പിടിച്ചങ്ങനെ വയലിൽ നിൽക്കുകയായിരിക്കും. എക്സൈറ്റഡ് അബൌട്ട് ദ വാട്ടേഴ്സ് ഓഫ് ദ വാറങ്കനാൽ കനാൽ. ദർ ഈസ് എ കനാൽ നിയർ മൈ ഹൗസ് ആൻഡ് ദ നെയിം ഓഫ് ദ കനാൽ ഈസ് വാറങ്കനാൽ കനാൽ, അല്ലേ, വാറങ്കനാൽ കനാൽ. അവിടുത്തെ വെള്ളമൊക്കെ അങ്ങനെ ഒഴുകുകയായിരിക്കും. മൈ ഫാദർ വിൽ ഗ്രീറ്റ് മീ ഫ്രം ദ ഫീൽഡ്സ് ബിലോ അവർ ഹൗസ്. വെൻ ഐ റീച്ച് ദെയർ മൈ ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ് and the field will be below our house. My father will greet me from the farm, from the fields. അപ്പോൾ അച്ഛൻ ആ ഫീൽഡിൽ നിന്ന് തന്നെ കാണുമ്പോഴേക്കും ഗ്രീറ്റ് ചെയ്യും. ഹായ്, അല്ലേ, ഹായ് മോൻ എന്നെത്തി, അല്ലേ, എപ്പോൾ തിരിച്ചു, അങ്ങനെ. Amidst the shouts of ploughing with several oxen. ഓക്സൻ അറിയാലോ, അല്ലേ, കാളക്കുട്ടികൾ. അപ്പോൾ ഈ ഓക്സൻ ഉപയോഗിച്ച് വയലുഴുന്നതിനിടെ ആ ശബ്ദത്തിനിടയിൽ എൻ്റെ അച്ഛൻ എന്നോട് വിളിച്ച് എന്നെ കാര്യങ്ങളൊക്കെ തിരക്കും. The oxen will stop when they see me walking with my suitcase, and my father, without smiling, the smile slowly forming on his lips, will call from the field, and when did you start from there? See, when I reach there,
The oxen will stop when they see me. When the oxen see me, they will stop plowing. Plowing means ഉഴുക, വയൽ ഉഴുന്നത് എന്നെ കാണുമ്പോഴേക്കും ഓക്സൻ എല്ലാം നിർത്തും. ആൻഡ് ഐ വിൽ ബി വാക്കിംഗ് വിത്ത് മൈ സൂട്ട് കേസ്. കണ്ടോ, അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ എൻ്റെ കയ്യിലൊരു സൂട്ട് കേസ് കാണും. ഞാൻ ആ സൂട്ട് കേസ് വെച്ചിങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് നടക്കുകയായിരിക്കും. വിത്തൗട്ട് സ്മൈലിംഗ്, ദ സ്മൈൽ സ്ലോലി ഫോമിങ് ഓൺ ഹിസ് ലിപ്സ്. Here we can see a typical father. Here the poet satirizes a typical father. പഴയ ടിപ്പിക്കൽ ഫാദറിനെയൊക്കെ അറിയാം. ഇപ്പം നമ്മുടെ പാരൻസൊക്കെ കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് അല്ലേ. എന്നാൽ പഴയ കാലത്ത് നമ്മുടെ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണവരാണ്, ചിരിക്കില്ല അല്ലെ, ഒന്നും വലിയ ഗൗരവത്തിലിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ടിപ്പിക്കൽ ഫാദറിനെ റിപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ നറേറ്ററുടെ ഫാദർ അല്ലേ. അപ്പോൾ ഈ പറയുന്നത് കണ്ടോ, without smiling, the smile slowly forming on his lips. എൻ്റെ അച്ഛൻ ചിരിക്കില്ല, പക്ഷേ എന്നെ ഒരു ആഫ്റ്റർ 4 years കാണുകയാണ്. അപ്പോൾ ആ ചുണ്ടിലൊരു ചെറിയൊരു സ്മൈൽ. വിത്തൗട്ട് സ്മൈലിംഗ്, ദ സ്മൈൽ സ്ലോലി ഫോമിങ് ഓൺ ഹിസ് ലിപ്സ് വിൽ കോൾ ഫ്രം ദ ഫീൽഡ്. ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദയർ? അല്ലേ, അച്ഛൻ ആ തിരക്കിനിടയിൽ ചോദിക്കും, വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദയർ? My little brother carrying the tender saplings to be planted on the field where the plowing is done. And here the narrator, he has some expectations അല്ലേ, മറ്റൊരു എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷയാണ്. അച്ഛൻ അവിടെ ആയിരിക്കും. ആൻഡ് മൈ ലിറ്റിൽ ബ്രദർ, ഹി മേ ബി ക്യാരിയിങ് ദ ടെൻഡർ സാപ്ലിങ്സ്. ടെൻഡർ സാപ്ലിങ്സ് മീൻസ് തൈകൾ അല്ലേ, ഈ വയലിൽ നടാനുള്ള ആ തൈ. അതിന് നമ്മൾ നാട്ടിൽ എന്താ പറയും, ഞാറെന്ന് പറയും അല്ലേ, ഈ വയലിൽ നടുന്ന നെല്ലിൻ്റെ തൈകൾ. ടെൻഡർ, വളരെ ടെൻഡറായിട്ടുള്ള ഇളം തൈകൾ. ആൻഡ് മൈ ലിറ്റിൽ ബ്രദർ ക്യാരിയിങ് ദ ടെൻഡർ സാപ്ലിങ്സ് ടു ബി പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ് വെയർ ദ പ്ലവിങ് ഈസ് ഡൺ. അവിടത്തേക്ക് അതൊക്കെ ഒന്ന് കൊണ്ടുവരികയായിരിക്കും. ആൻഡ് ഹി വിൽ റൺ വെൻ ഹി സീസ് മീ ആൻഡ് കോൾ ഔട്ട് ലൗഡ്. എന്നെ കാണുമ്പോഴേക്കും എൻ്റെ ലിറ്റിൽ ബ്രദർ എന്താ, ഹി വിൽ കോൾ ഔട്ട് ലൗഡ് വിത്തിൻ ഇയർ ഷോട്ട് ഓഫ് ദ ഹൗസ്, മദർ ബ്രദർ ഹാസ് അറൈവ്ഡ്. എന്നെ കാണുമ്പോഴേക്കും എന്താ, വിത്തിൻ ഇയർ ഷോട്ട് ചെവി അടയ്ക്കുന്ന ശബ്ദത്തിൽ എൻ്റെ ലിറ്റിൽ ബ്രദർ വിളിച്ച് വീട്ടിലേക്ക് ഓടും. എന്താ, മദർ ബ്രദർ ഹാസ് അറൈവ്ഡ് അല്ലേ, അമ്മേ അതാ വരുന്നു ചേട്ടൻ. Walking cautiously along the dike so as not to upset baskets full of seed, I will reach home in good time. കണ്ടോ, walking cautiously along the dike. Can you tell me what's a dike? ഡൈക്ക് എന്ന് പറഞ്ഞാൽ അറിയാമോ, ഈ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പാടങ്ങൾ അല്ലേ, വയൽ പാടങ്ങൾ. അപ്പോൾ ഒരു വയൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത വയലിലേക്ക് പോകുമ്പോൾ ചെറിയൊരു അതിര് കാണും അല്ലേ, ചെറിയൊരു മതിൽ പോലെ, മതിലല്ല ഒരു വഴി നടക്കാനുള്ളൊരു സ്ഥലം കാണും. ദാറ്റ് ഈസ് ദ ഡൈക്ക്. അപ്പോൾ വയലുകൾക്കിടയിൽ പാടങ്ങൾക്കിടയിൽ നടക്കാനുള്ള വരമ്പ്, ഒരാൾ ടൈപ്പ് ചെയ്തു വരമ്പ് അല്ലേ, വരമ്പ്, അത് നടക്കാനുള്ളൊരു ചെറിയ സ്ഥലം, ദാറ്റ് ഈസ് ദ ഡൈക്ക്, DYKE. അപ്പോൾ ഐ വിൽ ബി വാക്കിംഗ് വെരി കോഷ്യസ്ലി മീൻസ് കെയർഫുള്ളി, വളരെ കെയർഫുള്ളായിട്ട് ഞാനിങ്ങനെ പോവായിരുന്നു. സോ ആസ് നോട്ട് ടു അപ്സെറ്റ് ദ ബാസ്കറ്റ്സ് ഫുൾ ഓഫ് സീഡ്. ചില ആൾക്കാരിങ്ങനെ സീഡ് മീൻസ് നെല്ലിങ്ങനെ തലയിലേന്തി നടക്കുന്നവരെ അത് തട്ടിയിടാതെ വളരെ കെയർഫുള്ളായിട്ടായിരിക്കും ഞാൻ പോകുന്നത്, ആ ഡൈക്കിലൂടെ, ആ പാടത്തിന് ആ നടക്കേണ്ട സ്ഥലത്തൂടെ പോകുന്നത്. ഐ വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം അറ്റ് ലാസ്റ്റ് അല്ലേ. ഈ കേരളത്തിലേക്ക് വരാൻ വേണ്ടി 4 years ഓഫ് ഡോക്ടറൽ സ്റ്റഡീസ് കഴിഞ്ഞ് ട്രെയിനിലിരുന്ന് വരുന്ന നറേറ്ററുടെ മനസ്സിലെ കുറേ ചിന്തകൾ അല്ലെങ്കിൽ പ്രതീക്ഷകളാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഞാനിങ്ങനെ വീട്ടിലെത്തിയിട്ടില്ല അല്ലേ, അങ്ങനെ മനസ്സിലിങ്ങനെ നമ്മളീ പറയുന്നത് പോലെ ഇങ്ങനെ ആ ഒരു ഭാവനയിൽ പോവുകയാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഐ വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം അറ്റ് ലാസ്റ്റ്, ജസ്റ്റ് ആസ് മൈ മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ടൈം. വെൻ ഐ റീച്ച് ദയർ മൈ മദർ വിൽ ബി drains the well cooked rice. എന്താ ഡ്രെയിനിങ്?
ദ വെൽ കുക്ക്ഡ് റൈസ്, നല്ലവണ്ണം പാകത്തിന് വെന്ത ആ ചോറ് എൻ്റെ അമ്മ ഇങ്ങനെ ഡ്രെയിനിങ് മീൻസ് വാർക്കുകയായിരിക്കും അല്ലേ. ചോറിൽ നിന്നും വെള്ളം ഇങ്ങനെ വാർത്തെടുത്താലല്ലേ നമുക്ക് നല്ല ചോറ് കിട്ടുള്ളൂ, ചോറും വെള്ളം. അപ്പോൾ ദാറ്റ് ഈസ് അങ്ങനെ ചോറ് വാർത്തെടുക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ഡ്രെയിനിങ്. So when I reach there, my mother will be draining the well-cooked rice. നല്ലവണ്ണം വെന്ത ചോറിങ്ങനെ അമ്മ ഡ്രെയിനിങ് ചെയ്യായിരിക്കും, വാർത്തെടുക്കുകയായിരിക്കും. Oh train, will you run a little faster? Let me get home quickly and eat my fill. Oh train, കേട്ടോ. അപ്പോൾ ഈ ഭാവനയിൽ ആ നറേറ്റർ പറയാണ്, ട്രെയിൻ ഒന്ന് ഓടി പോകാവോ അല്ലേ. ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. ഐ വാണ്ട് ടു ഹാവ് എ സ്ക്രംഷ്യസ് മീൽ. സ്ക്രംഷ്യസ് മീൽ മീൻസ് ഒരു മൃഷ്ടാന്നമായ ഒരു ഭോജനം, വളരെ ടേസ്റ്റിയായ ഒരു ഫുഡ് അല്ലേ. എനിക്കൊന്ന് പോയിട്ടുണ്ട്, എത്ര നാളായി അമ്മയുടെ ചോറ് കഴിച്ചിട്ട്. ഞാനിവിടെ ചപ്പാത്തി കഴിച്ച് എനിക്ക് മടുത്തു അല്ലേ. ഇനി ഒന്ന് വീട്ടിൽ ചെല്ലണം, എനിക്ക് ആ ഒരു നല്ല ഫുഡ് കഴിക്കണം. ഐ വാണ്ട് ടു ഈറ്റ് ദ സ്ക്രംഷ്യസ് മീൽ. സ്ക്രംഷ്യസ്, SCRUMPTIOUS, സ്ക്രംഷ്യസ്. സ്ക്രംഷ്യസ് മീൽ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ഫുഡ് കഴിക്കണം അല്ലേ, നല്ല ഭക്ഷണം. നമ്മളിപ്പോൾ ഒരു നല്ല നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കും, ഓ ദാറ്റ് വാസ് എ സ്ക്രംഷ്യസ് മീൽ, സ്ക്രംഷ്യസ് ഫുഡ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഇത്രയും. ദാറ്റ് വാസ് ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ നറേറ്റർ. അയാളിങ്ങനെ ട്രെയിനിൽ കയറിയിരുന്ന് അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്. ദാറ്റ് ഈസ് ഓൺ പേജ് നമ്പർ 160, പാർട്ട് 2. ദാറ്റ് വാസ് ദ റിയാലിറ്റി. അപ്പോൾ ഇത്രയും ട്രെയിനിലിരുന്ന ആളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി റിയാലിറ്റിയിലേക്കാണ്. നോർത്ത് ഇന്ത്യയിൽ എന്നൊക്കെ ഇങ്ങനെ എത്തി, കേരളത്തിലെത്തി. നോക്കി പേജ് നമ്പർ 116, പാർട്ട് 2. ഈ പോം വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ റിയാലിറ്റീസ് ആൻഡ് ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ നറേറ്റർ. അത് ചോദിച്ചാൽ നമുക്ക് ഈ പോയം അറിയാമെങ്കിൽ, ഇതിലെ കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വാട്ട് ആർ ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ പോയറ്റ്. നൗ വി മൂവ് ഓൺ ടു ദ റിയാലിറ്റി, വാട്ട് ഹി ഹാസ് ഫേസ്ഡ് വെൻ ഹി റീച്ച് ഹിസ് ഹോംലാൻഡ്. ഹോംലാൻഡിലെത്തിയപ്പോൾ എന്തൊക്കെയാണ് റിയാലിറ്റി നോക്കി. ദ ബസ് സ്റ്റോപ്സ് ഓൺ ദ റോഡ് അക്രോസ് ഫ്രം ദ ഹൗസ്. ദ ബസ് സ്റ്റോപ്സ് ഓൺ ദ റോഡ് അക്രോസ് ഫ്രം ദ ഹൗസ്. കണ്ടോ, എൻ്റെ വീടിന് ആ കുറുകെയുള്ള ആ സ്റ്റോപ്പിൽ അവിടെ അങ്ങോട്ട് ബസ് നിർത്തി. ഇയാൾ നമുക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ കേരളത്തിലെത്തണമെങ്കിൽ ഒരു 2.5 ദിവസം ട്രെയിനിലെടുക്കും അല്ലേ. അപ്പോൾ ഈ 2.5 ദിവസം ട്രെയിനിലിരുന്ന് മുഷിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ നിന്നൊരു ബസ് പിടിച്ച് വീട്ടിലെത്തി. ദ ബസ് സ്റ്റോപ്സ് ഓൺ ദ റോഡ് അക്രോസ് ദ ഹൗസ്. വെൻ ഐ ലെഫ്റ്റ് ദിസ് പ്ലേസ് palm thatched houses could be seen. കണ്ടോ, ഇപ്പോൾ ഇറങ്ങിയ ഉടനെ അയാളിങ്ങനെ നോക്കുകയാണ്, ഇവിടെ എന്ത് പറ്റി, ഇത് എൻ്റെ വീടാണോ. when I left this place, ഞാൻ ഇവിടെ നിന്ന് before 4 years, when I left this place, palm thatched houses. palm thatched houses എന്ന് പറഞ്ഞാൽ പാം എന്ന ഓല മേഞ്ഞ വീടുകളായിരുന്നു. palm thatched houses could be seen in the distance on the right, but now there is nothing. കണ്ടോ, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഓല മേഞ്ഞ വീടുകളൊന്നുമില്ല. ദർ ഇസ് നത്തിങ് എക്സെപ്റ്റ് ഫോർ ട്രീസ്. ഹൗ ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ്. കണ്ടോ, ഇപ്പോൾ ഇറങ്ങിയപ്പോൾ വീടൊന്നുമില്ല, ഓലമേഞ്ഞ വീടൊന്നുമില്ല, എക്സെപ്റ്റ് ട്രീസ്. ഓൺലി ട്രീസ് ആർ ദയർ. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ട്രീസ് മേ ബി ദയർ. ഏത് ട്രീ ആയിരിക്കും അവിടെ ഉണ്ടായിരുന്നത്? മാർക്കിൻ്റെ ഡിസ്കഷൻ നോക്കിയിരുന്നാൽ പിന്നെ ടൈം എടുക്കേണ്ടി വരും ഇത് മനസ്സിലാക്കാൻ കേട്ടോ. വാട്ട് ടൈപ്പ് ഓഫ് ട്രീസ് മേ ബി ദയർ? ദാറ്റ് ഈസ് റബ്ബർ ട്രീസ്. ഹൗ ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ്. സി സെക്കൻഡ് സ്റ്റാൻസ. റബ്ബർ പ്ലാന്റ്സ് twice my height now stand in rows around me on the ridge. See, everywhere there is rubber plants twice my height. Now the height of the rubber plant is twice, എന്നേക്കാൾ ഇരട്ടി പൊക്കത്തിലായി. Now stand in rows around me on the ridge. See, rubber trees are in rows, very ആയിട്ട് എന്ത് ചിട്ടയായിട്ട് നട്ടേക്കുന്നു.
where Modan and Vellaran used to be sown. See, ഈ റബ്ബർ ട്രീസ് നട്ടേക്കുന്ന സ്ഥലത്ത് 4 years back there was Modan and Vellaran. What are these? Modan and Vellaran? These are the names of some other rice. അല്ലേ? വേറെ പല പേരിലുള്ള ചില ഇപ്പോൾ ആദ്യം പറഞ്ഞൊരു റൈസിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഇയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൈസ്, ദാറ്റ് ഈസ് അത്തിക്കര റൈസ്. Here the poet mentions some other rice, the name of some other rice, that is Modan and Vellaran. These are the names of some rice. അപ്പോൾ ഈ സ്ഥലത്ത് ഈ മോദാൻ വെള്ളാരൻ എന്നൊക്കെ പറയുന്ന നെല്ലുകളൊക്കെ സോൺ വിതച്ചിരുന്ന സ്ഥലമാണ്. And confuse my path as I walk home. See, the narrator, when he got down from the bus, when he reached the bus stop, he was confused with the path. അയാൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി. ഇതാണോ എൻ്റെ സ്റ്റോപ്പ്, അല്ലേ, എൻ്റെ ബസ് സ്റ്റോപ്പ് ഇതാണോ എന്ന് പോലും അയാൾക്ക് ഡൗട്ടായി. Third stanza. There is no bustle of men below, no shouts of plowing. കണ്ടോ, ഇവിടെ ഞാൻ മുമ്പ് ഇവിടെ എന്താ ആൾക്കാരുടെ, കൃഷിക്കാരുടെ, ഫാമേഴ്സിൻ്റെ ഒച്ചയുണ്ട്. പിന്നെ ഷൗട്ട്സ് ഓഫ് പ്ലവിങ് മീൻസ് ഉഴുന്നത്, വയൽ ഉഴുന്ന ആ കാളയുടെയൊക്കെ ഒച്ചയുണ്ടായിരുന്നു. നൗ ദർ ഇസ് നോ ഷൗട്ട്സ് ഓഫ് പ്ലവിങ്. വെൻ ഐ ലുക്ക് ദ ഹോൾ ഫീൽഡ് ഈസ് പ്ലാന്റഡ് ഓവർ വിത്ത് അരക്കനട്ട് പാംസ്. സി, നൗ എവ്രിവെയർ ഇറ്റ് ഈസ് പ്ലാന്റഡ് വിത്ത് അരക്കനട്ട് പാംസ്. അരക്കനട്ട് മീൻസ്, അരക്കനട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് കമുക എന്ന് പറയുമല്ലോ. ചില ആൾക്കാരൊക്കെ ഈ മുറുക്കാൻ ഉപയോഗിക്കുമല്ലോ, വെറ്റിലയോട് ഉപയോഗിക്കുന്ന ആ ഒരു ചെറിയൊരു സാധനമാണ് പാക്കെന്ന് പറയും, കമുക് എന്ന് പറയും, അല്ലേ, കവുങ്ങ് എന്നൊക്കെ പറയും. അപ്പോൾ അത് കായ്ക്കുന്ന മരമാണ് അരക്കനട്ട് പ്ലാന്റ്സ്. ഇപ്പോൾ ഇവിടെ എല്ലാം അതായി. ആൻഡ് ഇൻ ദ കോർണർ അലോങ് ദ കനാൽ സ്റ്റാൻഡ് ദ ഡേലുഡ് ട്രീസ്. സി, അലോങ് ഇൻ ദ കോർണർ, along the canal in the corner there is the delude trees. Delude tree means, അത് നമുക്ക് ഈ ചില ആൾക്കാർ ഇപ്പോൾ ചില സ്ഥലത്തെ എല്ലാ മരങ്ങളും വെട്ടിയിട്ട് റബ്ബർ വയ്ക്കും. ചില ആൾക്കാർ ചില മരങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് വളർന്ന് അത് നമ്മൾ വെട്ടി വിൽക്കുമ്പോഴേക്കും നല്ല കാശ് കിട്ടുന്ന മരങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു എക്സാമ്പിളാണ് ഡീലുഡ് ട്രീസ്. സി, ഹിയർ there are delude trees. അല്ലേ, ഇപ്പോൾ വയലൊക്കെ, പാടങ്ങളൊക്കെ നികത്തി ഇവിടെ മരങ്ങൾ നട്ടേക്കുവാണ്. I enter the house. Beyond the southern wing, my father is watching them fix up the machine for making rubber sheets. How happy and contented the look on his face. See, another satire, or the poet satirizes something else. ഇവിടെ പോയിട്ട് മറ്റൊരു കാര്യം സാറ്ററൈസസ് മീൻസ് കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. നോക്കി, അങ്ങനെ ഈ പോയിട്ട് നടന്നിടുന്ന അവസാനം തൻ്റെ വീട് റെക്കഗ്നൈസ് ചെയ്ത് വീട്ടിലേക്ക് എത്തും. ഒരു സിനിമാ കഥ പോലെയുണ്ടല്ലേ, വീട്ടിലേക്ക് എത്തുന്നു. ആൻഡ് there beyond the southern wing my father is watching him. See, what was his expectation about his father? എന്തായിരുന്നു അയാളുടെ എക്സ്പെക്റ്റേഷൻ? എന്തായിരുന്നു? സിദ്ധിക്ക് പറഞ്ഞേക്കൂ, എന്തായിരുന്നു അയാളുടെ എക്സ്പെക്റ്റേഷൻ? ഇവിടെ വരുന്നതിന് മുമ്പ് ഫാദർ എവിടെയായിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ. ദ നറേറ്റർ എക്സ്പെക്റ്റഡ് ഹിസ് ഫാദർ ഇൻ ദ ഫീൽഡ്, അല്ലേ, വയലിൽ അവിടെ ഉഴുന്നിടത്തായിരിക്കുമെന്ന് വിചാരിച്ചു. ബട്ട് നൗ ദ ഫാദർ ഹി ഈസ് വാച്ചിങ് ഫിക്സിങ് അപ്പ് ദ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനുള്ള ആ മെഷീൻ ഫിക്സ് ചെയ്യാണ് അവിടെ വീടിൻ്റെ അങ്ങേ തലയ്ക്കൽ, അല്ലേ. അപ്പോൾ അത് നോക്കി അങ്ങനെ വളരെ ഹീ ഈസ് വെരി ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് മീൻസ് സാറ്റിസ്ഫൈഡ്. CONTENT, കണ്ടൻറ്റ് മീൻസ് സാറ്റിസ്ഫാക്ഷൻ. കണ്ടൻറ്റഡ്, സാറ്റിസ്ഫൈഡ്. ദ ഫാദർ ഈസ് ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് by watching the machine that is fixing to make rubber sheets. റബ്ബർ ഷീറ്റിനുള്ള അടിക്കുന്നതിനുള്ള മെഷീൻ ഫിക്സ് ചെയ്യുന്ന. സി ഹൗ ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് ദ ഫാദർ. ദ ലുക്ക് ഓൺ ഹിസ് ഫേസ്, അയാളിങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് ഹിയർ ദ പോയിറ്റ് സാറ്ററൈസസ് ദ ഫാദർ
who has changed a lot. Before the narrator leaving the place, he saw they were filled with fields, but now everywhere he can see the rubber plants, rubber plantations. The father is very happy. The father is very happy to fix the machine that is used to make rubber sheets. How happy and contented the look on his face. My father says with obvious pride, ഒരു പ്രൈഡോടുകൂടി, അഹങ്കാരത്തോടുകൂടി, അല്ലേ, ഒരു അഹംഭാവത്തോടുകൂടി തന്നെ അച്ഛൻ പറയാണ്, സൺ, വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. നോക്ക് കുഞ്ഞെ, നമ്മൾ ഈ വയലിൽ കൃഷി ചെയ്യുന്നതൊക്കെ അങ്ങ് നിർത്തി. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. അത് വലിയ സുഖമൊന്നുമില്ല, അതൊന്നും അല്ലേ, ഇറ്റ് ഈസ് ഇൻകൺവീനിയൻറ്റ്, നമുക്ക് യോജിച്ച കാര്യമല്ല. ദ ഫാദർ ഗെയിൻ നത്തിങ്, ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. ദ ഫാമർ ഗെയിൻഡ് നത്തിങ്. ഒരു കൃഷിക്കാരനും ഈ റൈസ് ഫാമിംഗ് അല്ല, ഈ കൃഷിക്ക് ഒന്നും കിട്ടുന്നില്ല. ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. ഈ റൈസ് ഫാമിങ്ങിന് വേണ്ടി, കൃഷി ഇറക്കുന്നതിന് വേണ്ടി പോകുന്ന ആൾക്കാർ, ദേ ആർ ഓൺലി ഫൂൾസ്, മണ്ടന്മാരാണ്, അല്ലേ. ദിസ് ഈസ് ബെറ്റർ മണി. വാട്ട് ഡസ് ദ ഫാദർ റെഫർ ഹിയർ? ഏതിനെയാണ് ഇവിടെ ബെറ്റർ മണിയായിട്ട് റെഫർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓക്കെ, റബ്ബർ പ്ലാന്റിങ് അല്ലെങ്കിൽ പ്ലാന്റിങ് ക്യാഷ് ക്രോപ്സ്. നമുക്ക് ഗെയിനിങ് ക്യാഷ് ക്രോപ്സ്, ദാറ്റ് ഈസ് the better money the father refers here. This is better money. What good times. നമുക്ക് നല്ല കാലം വന്നു, അല്ലേ, നല്ല കാലം വന്നു. The government gives rice to those who don't have paddy fields. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പാഡി ഫീൽഡ്സ്, വയലില്ലാത്ത ആൾക്കാർക്ക്, പാടങ്ങളില്ലാത്തവർക്ക് ഗവൺമെൻറ് ഗീവ്സ് റൈസ്. ഗവൺമെൻറ് അവർക്ക് അരി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനായി കൃഷി ചെയ്ത് ഇത്രയും കഷ്ടപ്പെടേണ്ടത് എന്നാണ് ഈ അച്ഛൻ മകനോട് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റാൻസ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണേ. The father says with obvious pride, son, we have stopped working on all the rice. It was quite inconvenient. The farmer gained nothing. Only fools turn to rice farming for gain. This is better money. What good times. The government gives rice to those who don't have paddy fields. So these words of the father denotes the attitude of the people, or the farmers. They have changed themselves from food crops to cash crops, from paddy fields to rubber plantations, അല്ലേ. അപ്പോൾ അച്ഛൻ്റെ ഈ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാ ആൾക്കാരുടെ ഇപ്പോൾ അവരുടെ ബെനിഫിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. അപ്പോൾ നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കിയവർക്കറിയാം ആ ലിറ്റിൽ ബ്രദറിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു. അവിടെ എന്താ, ടെൻഡർ സാപ്ലിങ്സ് ഒക്കെ ക്യാരി ചെയ്ത്, അല്ലേ, അതൊക്കെ ചുമന്നുകൊണ്ട് ആ വയലിൽ കൂടെ ആയിരിക്കും ലിറ്റിൽ ബ്രദർ പോകുന്നത്. ഇപ്പോൾ റിയാലിറ്റിയിൽ വന്നപ്പോൾ അച്ഛൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. പിന്നെ ഇപ്പോൾ അടുത്ത ലിറ്റിൽ ബ്രദർ എങ്ങനെയാണ്. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അത്തിക്കര റൈസ്. കണ്ടോ, ഞാനങ്ങ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് അത്തിക്കരയുടെ ആ ഒരു ചോറൊന്ന് കഴിച്ചാൽ മതി. എനിക്ക് ചോറും അമ്മയുടെ മീൻകറിയും ആ കൂട്ടാനൊക്കെ ഒന്ന് വെച്ച് ഒന്ന് കഴിച്ചാൽ മതി എന്ന ആഗ്രഹത്തോടെ വരികയാണ്. ഹീ ഈസ് ക്യാരിയിങ് ദ റേഷൻസ് ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. കണ്ടോ, ആ ഒരു അത്തിക്കര റൈസുള്ള ചോറ് കഴിക്കാൻ ആകാംക്ഷയോട് വന്ന അയാൾക്ക്, ദ യങ് ബ്രദർ, ദ ലിറ്റിൽ ബ്രദർ, ഹീ ഈസ് ക്യാരിയിങ് ദ റേഷൻ ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. വീട്ടിലുള്ള എല്ലാവർക്കുമായിട്ട് റേഷൻ അരി വാങ്ങി വരികയാണ്. ഹി ട്രിപ്സ് ഓവർ സംതിങ് ആൻഡ് സ്കാറ്റേഴ്സ് ദ വീറ്റ് ഓൾ ഓവർ ദ യാർഡ്. ഹി ട്രിപ്സ് ഓവർ സംതിങ്, പെട്ടെന്ന് എന്തിലോ തട്ടി, ആൻഡ് സ്കാറ്റേഴ്സ് ദ വീറ്റ് ഓൾ ഓവർ ദ യാർഡ്. ആ മുറ്റത്ത് മുഴുവനും തൻ്റെ ലിറ്റിൽ ബ്രദർ ചുമന്നു കൊണ്ടുവന്ന ആ വീറ്റ്, ഗോതമ്പ് അങ്ങനെ തെറിച്ചു വീണു.
Above us, a ship of the sky rose northwards, drowning my brother's loud cries. കണ്ടോ, പാവം കൊച്ചുകുട്ടി ആ ഗോതമ്പൊക്കെ അങ്ങ് തെന്നിപ്പോയപ്പോഴേക്കും അങ്ങ് കരഞ്ഞു വിളിക്കുകയാണ്. ബട്ട് സി, എബവ് അസ് എ ഷിപ്പ് ഓഫ് ദ സ്കൈ റോസ് നോർത്ത്വേർഡ്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഷിപ്പ് ഓഫ് ദ സ്കൈ, ആകാശക്കപ്പൽ അങ്ങനെ നോർത്തിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ ഷിപ്പ് ഓഫ് ദ സ്കൈ റെഫേഴ്സ് ഹിയർ? എന്താ അത്? ഈ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എയ്റോപ്ലെയിൻ അല്ലേ? അപ്പോഴത്തേക്കും പെട്ടെന്ന് മുകളിൽ കൂടെ ഒരു എയ്റോപ്ലെയിൻ ദാറ്റ് ഗോസ് ടു നോർത്ത്വേർഡ്സ്, അങ്ങ് നോർത്തിലേക്ക് പോവാണ്. ഡ്രൗണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. ആ പ്ലെയിനിൻ്റെ ശബ്ദം എൻ്റെ കൊച്ചു ബ്രദറിൻ്റെ ആ ഒരു കരച്ചിലിനെ മുക്കിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് കരയുന്നുണ്ട് നല്ല ഒച്ചത്തിലാണ്, അതിനേക്കാളും ഭയങ്കര ഒച്ചത്തിലാണ് ഇപ്പോൾ എയ്റോപ്ലെയിൻ പോയത്. എബവ് അസ് എ ഷിപ്പ് ഓഫ് ദ സ്കൈ റോസ് നോർത്ത്വേർഡ്സ്, ഡ്രൗണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. The chief minister is off like an arrow to the center to clamor for more grains. See, now the chief minister is off like an arrow to the center. ആ ഷിപ്പ് ഓഫ് ദ സ്കൈ എയ്റോപ്ലെയിനിൽ പോകുന്നത് the chief minister and he is off like an arrow to the center. സെൻറ്ററിലേക്ക് പോവുകയാണ്. Here again the poet satirizes the government or the ചീഫ് മിനിസ്റ്റർ. ഇവിടെ ചീഫ് മിനിസ്റ്ററെ കളിയാക്കുകയാണ്. എന്താ? ദ ചീഫ് മിനിസ്റ്റർ ഈസ് ഓഫ് ലൈക്ക് എൻ ആരോ ടു ദ സെൻറ്റർ ടു ക്ലെയിമർ ഫോർ മോർ ഗ്രെയിൻസ്. ക്ലെയിമർ മീൻസ് ഡിമാൻഡ്, ആസ്ക്. വെരി ഗുഡ് സമദ്. കണ്ടോ, ഞാൻ പറഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ മീനിങ് അടിച്ചു. വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലെയിമർ മീൻസ് ഡിമാൻഡ്, ആസ്ക്. The poet says, or the narrator says, the chief minister is going to north to demand or to ask for more grains. വീണ്ടും വീണ്ടും കൂടുതൽ ധാന്യം, ഗോതമ്പ് ചോദിക്കുന്നതിന് വേണ്ടി ചീഫ് മിനിസ്റ്റർ പോയ വണ്ടിയാണത്, എയ്റോപ്ലെയിൻ. Now flying high above the cash crops, the prime minister is, the chief minister is flying high above the cash crops. കണ്ടോ, അയാൾ ഈ ക്യാഷ് ക്രോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ റബ്ബർ അല്ലേ, അതിനും മുകളിൽ കൂടെ പറന്നു പോവുകയാണ്. ഹീ ഈസ് ഫ്ലൈയിങ് എബവ് ദ ക്യാഷ് ക്രോപ്സ്, നൗ ഗ്രോയിങ് ടോൾ ലൈക്ക് ദ ട്രീസ്. പൊളിറ്റീഷ്യൻസിനെ കളിയാക്കുകയാണ്. ഹി ഹാസ് ഗ്രോൺ ടോൾ ലൈക്ക് ദ ട്രീസ്. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ, പൊളിറ്റീഷ്യൻസൊക്കെ അവരുടെ ഒരു പൊസിഷനിലെത്തുമ്പോഴേക്കും അവരിങ്ങനെ വളർന്ന് പോകും അല്ലേ, നമ്മളെക്കാളും ഉന്നതങ്ങളിലേക്ക് എത്തും. അതാണ് ഇവിടെ പോയറ്റ് അല്ലെങ്കിൽ ഈ പോയറ്റ് സാറ്ററൈസ് ചെയ്യുന്നത്, കളിയാക്കുന്നത്. എന്താ? ഹി ഹാസ് ഗ്രോൺ ടോൾ ലൈക്ക് ദ ട്രീസ്. ഈ റബ്ബർ ട്രീസ് വളരുന്നത് പോലെ തന്നെ നമ്മുടെ പൊളിറ്റീഷ്യൻസും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ്. സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ്. കാരണം ഇവിടെ ആരും ഈ ഫാമിംഗ് ഓഫ് റൈസ് പ്ലാന്റേഷനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ ആ ഒരു സ്റ്റാൻസിൽ. അറ്റ് ദ എൻഡ് ഓഫ് ദ പോയം ഓൾസോ ദ പോയറ്റ് സാറ്ററൈസസ് ദ പൊളിറ്റീഷ്യൻസ് ആൻഡ് ദ ഗവൺമെൻറ്. ലാസ്റ്റ് ലൈൻ, ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്? ഐ ഡോണ്ട് നോ. The poem ends with an irony. Irony എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് irony. IRONY. ദാറ്റ് ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച്. അതൊരു അലങ്കാരമാണ്. നമ്മളിപ്പോൾ സിമിലി, മെറ്റഫർ എന്നൊക്കെ പറയുന്നത് പോലെ എ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് irony, വിരോധാഭാസം എന്ന് പറയും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാരണം യു നോ ദ നറേറ്റർ ഹാസ് കം ഫ്രം നോർത്ത് ഇന്ത്യ. He has come from North India to Kerala to have Attikara rice. But here he couldn't get any Attikara rice. His little brother is coming from the ration shop carrying the grains from the ration shop. അല്ലേ, ആ ഒരു ധാന്യങ്ങളുമായിട്ട് വരികയാണ്. അതുപോലെ തന്നെ അവസാനം പറയുന്നത് എന്താ? Can we get some husk from the center too? He has coming or returning after getting a doctoral degree
ദാറ്റ് ഈസ് മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. അങ്ങ് നോർത്തിൽ ഹസ്ക് ഉപയോഗിച്ച് ഉമി ഉപയോഗിച്ച് ടോയ്സ് ഉണ്ടാക്കിയതിന് ഡോക്ടറൽ ഡിഗ്രി നേടി വരുന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അയാൾക്ക് നെല്ല് കാണാനില്ല, ഉമി കാണാനില്ല. He couldn't see any rice or husk. So he satirically പരിഹാസത്തോടു കൂടെ ചോദിക്കുകയാണ്, ക്യാൻ വി ഗെറ്റ് ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു? ഇനി നമുക്ക് ഒരു ഉമി കിട്ടണമെങ്കിൽ ഇവിടെ ഇല്ല, അങ്ങ് പോകണോ, അങ്ങ് ചെല്ലണോ എന്നാണ് അല്ലേ. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു? നമുക്ക് ഒരു ഉമി അല്ലെ ഹസ്ക് കിട്ടണമെങ്കിൽ നമ്മളങ്ങ് സെൻറ്ററിലേക്ക് ചെല്ലണോ? ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, ഇവിടെ കിട്ടില്ല. ഇനി ഹസ്ക് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന അല്ലെ കോമൺ ആയിട്ടുള്ള സാധനം ഇനി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകണോ? സോ ദ പോയം എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് ദാറ്റ് ഈസ് എൻ ഐറോണിക്കൽ എക്സ്പ്രഷൻ. ഒരു ഐറോണിക്കലായിട്ട് നിർത്തുകയാണ്. ഇവിടെ കിട്ടേണ്ടതിന് ഇനി അങ്ങ് ചെന്നാലേ കിട്ടുമോ എന്ന് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലൂടെ ഈ പോയം അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനിടയ്ക്ക് നിങ്ങൾക്ക് കുറേ കാര്യം മനസ്സിലായി കാണും. ദ പോയറ്റ് സാറ്ററൈസസ് സംതിങ്, ഹി സാറ്ററിക്കലി സേ സംതിങ്. പരിഹാസത്തോടുകൂടെ പലരെയും പല കാര്യങ്ങൾക്ക് കളിയാക്കുന്നു. തുടങ്ങുമ്പോൾ തന്നെ ഏത് കാര്യത്തിന്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ കിട്ടിയല്ലോ. ഏതൊക്കെ കാര്യങ്ങളാണ് കളിയാക്കുന്നത്? സ്റ്റാർട്ടിങ് തന്നെ നിസ്സാരമായ സില്ലി മാറ്റേഴ്സിന് ഡോക്ടറൽ ഡിഗ്രി കൊടുക്കുന്നതിന് കളിയാക്കുന്നു. പിന്നെ വരുന്നുണ്ട് അല്ലേ, ആ ഒരു പാടത്തിലൂടെയൊക്കെ നടന്ന് വന്നിട്ട് തിരിച്ച് റബ്ബർ പ്ലാന്റേഷൻസ് വന്ന് ഇങ്ങനെ റോഡിൽ നോക്കുമ്പോഴേക്കും പഴയ ഓലമേഞ്ഞ വീടില്ല, ഫീൽഡില്ല, പാഡി ഫീൽഡില്ല, പകരം എവ്രിവെയർ ദർ ഈസ് റബ്ബർ പ്ലാന്റേഷൻസ്. പിന്നെ അവിടെ ഡീലുഡ് ട്രീസിനെയൊക്കെ കളിയാക്കുന്നുണ്ട്, അരക്കനട്ട് പാംസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ വീട്ടിൽ അത്തിക്കര റൈസ് അല്ലെങ്കിൽ ഒരു സ്ക്രംഷ്യസ് മീൽ കഴിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ വരുമ്പോഴേക്കും അവിടെ ബ്രദർ റേഷൻ ഷോപ്പിൽ നിന്ന് ഗ്രെയിൻസ് ധാന്യങ്ങൾ വാങ്ങി വരുന്നുണ്ട്. പിന്നെ അച്ഛൻ ഫീൽഡിലായിരിക്കും എന്ന് വിചാരിച്ചു വരുന്നു, പക്ഷേ അയാളുടെ മുഖത്തുള്ള ആ ഒരു കണ്ടൻറ്റഡ് ഫീലിംഗ് അല്ലേ, ഹാപ്പി സംതൃപ്തിയോടുകൂടെ റബ്ബർ പ്ലാന്റേഷൻ്റെ റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനുള്ള മെഷീൻ ഫിക്സ് ചെയ്യുന്നത് കണ്ടപ്പോഴുള്ള അയാളുടെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷം. അതുപോലെ തന്നെ വേറൊരു കളിയാക്കൽ വരുന്നുണ്ട്, ടിപ്പിക്കൽ ഫാദർ അല്ലേ, ചിരിക്കുന്നില്ലെങ്കിലും മകനെ കണ്ടപ്പോൾ ചുണ്ടിനറ്റത്തുള്ളൊരു ചെറിയൊരു പുഞ്ചിരി, അതും കളിയാക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഷിപ്പ് ഓഫ് ദ സ്കൈ, എയ്റോപ്ലെയിനിലൂടെ പൊളിറ്റീഷ്യൻസ് നമ്മുടെ ഈ ക്യാഷ് ക്രോപ്പിൻ്റെ മുകളിൽ കൂടെ അവർ പറന്നു പോകുന്നതിനെ കളിയാക്കുന്നുണ്ട് അല്ലേ. പിന്നെ അവരുടെ വളർച്ച, റബ്ബർ ട്രീയെക്കാളും അവർ ഡബിളിപ്പോൾ വളർന്നു കഴിഞ്ഞു. പിന്നെ നോ വൺ ഈസ് പ്രൊമോട്ടിങ് ഫാമിങ് ഹിയർ. ലാസ്റ്റ് ഐറോണിക്കൽ നോട്ട്, ഒരു ഐറണിയോടുകൂടി ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യത്തോടുകൂടെ നിർത്തുന്നു. ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഹസ്കിന് ഇനി നമുക്ക് സെൻറ്ററിൽ പോയാലേ കിട്ടുമോ, അവിടെ പോയാലെങ്കിലും കിട്ടുമോ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ അങ്ങ് പോവുകയാണ്. എന്തിനൊക്കെയാണ്? അവിടെ ചെന്ന് വീണ്ടും റേഷൻ അല്ലേ അത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ചോദിക്കുന്നതിന് വേണ്ടി. ഇവിടെ നമ്മുടെ ഈ ഫുഡ് ക്രോപ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം പൊളിറ്റീഷ്യൻസ്, ഗവൺമെൻറ് അങ്ങോട്ട് പോയി അത് സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പോയമിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റി, ആ കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ 6 മാർക്സ് ഒക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് റൈസ് ആസ് എ സാറ്റയർ, അത് പഠിക്കുക. പിന്നെ അപ്രീസിയേഷൻ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോട്ട്സിന് നിങ്ങൾ അത് സെർച്ച് ചെയ്തെടുക്കുക കേട്ടോ. സുനിതാസ് ഫേവറേറ്റ് വേൾഡ് റൈസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇനി ഈ ക്ലാസ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതും കാണും. ഇത് തന്നെ ഞാൻ ഫ്രണ്ടിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് 3 ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ അതെടുത്ത് ആൻസേഴ്സ് അങ്ങ് പഠിച്ചേക്കുക. ഓക്കെ, പിന്നെ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അത് ഷെയർ ചെയ്ത് തരാം. ഇതിൽ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. പേജ് നമ്പർ 118. ഓക്കെ, ആക്ടിവിറ്റി 1 ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ.
Prepare a critical appreciation of the poem in the light of your responses to the questions above. മുകളിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്. The poem is a contrast between expectations and reality. Prepare a write-up substantiating this. അതിനെ നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ സ്ഥിരീകരിക്കുക. അങ്ങനെയാണ്. The poem is a satire on the expectations, or the poem is a contrast, just opposite contrast ആണ് between expectations and reality. അപ്പോൾ അതിനെ നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കമൻറ്റ് ഓൺ ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഓഫ് ദ പോം. ഇതിൻ്റെ ആ ഒരു സ്റ്റൈൽ എന്താ? സ്റ്റൈൽ ദറ്റ് ഈസ് എ സറ്ററിക്കൽ പോം. കളിയാക്കുന്ന, നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളെയും കളിയാക്കുന്ന ഒരു പോയിറ്റാണ് ചെമ്മനം ചാക്കോ. ആൻഡ് ഇൻ ദിസ് പോം ഓൾസോ ഹി ഈസ് സാറ്ററൈസിങ് മെനി തിങ്സ് ദാറ്റ് ഈസ് പ്രിവലൻറ്റ് ഇൻ അവർ സൊസൈറ്റി. ദെൻ ആക്ടിവിറ്റി ടു റൈറ്റ് അപ്പ്, കണ്ടോ, റൈസ് ആസ് എ സാറ്റയർ. And the last part, kando, last part, activity 2, last part, consider his poem rise as a satire on the farmers who are forced to switch to cash crops when the market for food crops fell. Prepare a write-up. Write-up എന്ന് പറഞ്ഞാൽ അങ്ങ് എഴുതുന്നത് തന്നെയാണ് റൈറ്റപ്പ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റിനെ കുറിച്ച് പ്രിപ്പയർ എ റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റിന് ആൻസർ നിങ്ങൾ എഴുതുന്നത് തന്നെയാണ് റൈറ്റപ്പ്, അല്ലാതെ വേറൊന്നുമില്ല. പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കാം, അതാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പോം വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. കിട്ടിക്കാണുന്നുള്ളവർക്കെല്ലാം ഒരു ഇത് തരാം അല്ലേ? ടീച്ചർക്കൊരു ലൈക്ക് തരാം. എന്തെങ്കിലും മനസ്സിലായവർക്ക് ഒരു ലൈക്ക് തരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് വന്ന 9 ലെസൺസിലെ 8 ലെസൺസും ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നു. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് എടുത്തു കഴിഞ്ഞു. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തന്നു. ആൻഡ് വൺ മോർ ലെസൺ ലെഫ്റ്റ്, ദാറ്റ് ഈസ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ആ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് നിങ്ങളിങ്ങനെ അതിൽ മെസ്സേജ് അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്, ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. ലൈക്ക് ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്നല്ല ഡബിൾ ട്രിപ്പിളൊക്കെ തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അതിലോട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക, ആ ലൈക്കിലോട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് ദാറ്റ് ഈസ് ഓൺ നെക്സ്റ്റ് മൺഡേ, നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. എനിവേ, മൺഡേ നമുക്ക് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഫോക്കസ് ഏരിയയിലെ ലാസ്റ്റ് ലെസൺ അതും കൂടെ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം. അതും കൂടെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് ലെസൺസും ഞാൻ ഏകദേശം എല്ലാ ലെസൺസും, ഞാൻ ഫോക്കസ് ഏരിയ മാത്രമല്ല എല്ലാ ലെസൺസും ഞാൻ നിങ്ങൾക്ക് എടുത്തു. എല്ലാ കാര്യങ്ങളും തന്നു. പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. പ്ലേലിസ്റ്റ് +2 ഇംഗ്ലീഷ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ +2 നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ +2 ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ട്. ഓക്കെ, ഞാൻ +1 എക്സാം നന്നായി എഴുതിയെന്ന് ഒരു കമൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്കിനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ഞാൻ നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നോക്കട്ടെ. ഇല്ല, എവറിത്തിങ് ക്ലിയർ. +1 നന്നായി. +1 എക്സാം മെയിലായിരിക്കുമോ എന്നാണോ? മെയിലായിരിക്കുമോ? അല്ല, മെയിലൊന്നും ആയിരിക്കില്ല. ഏപ്രിൽ ലാസ്റ്റ് ആയിരിക്കും. ഏപ്രിൽ പകുതി ആകുമ്പോഴേക്കും +2 എക്സാം കഴിയുമ്പോൾ +1 ആയിരിക്കും. ചിലപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിയുമ്പം ഇതിനിടയ്ക്ക് തന്നെയാണ് നടത്തുമെന്നും അറിയാൻ പറ്റില്ല കേട്ടോ. എനിവേ, ഏപ്രിൽ പകുതി കഴിയുമ്പോൾ അങ്ങനെ മെയിലൊന്നും അങ്ങനെയൊന്നും നീണ്ടു പോകാൻ ചാൻസ് ഇല്ല. അതിന് മുന്നേ കാണും കേട്ടോ. പെട്ടെന്ന് പഠിച്ചേക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. Okay, bye. Good night. See you in the next class on Monday at 9 p.m. Okay, bye. ടൈം ടേബിൾ അവരവർക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഇപ്പോൾ ഒത്തിരി പേർക്ക് പല പല ക്ലാസ്സുകളില്ലേ, ഓൺലൈൻ ക്ലാസ്, പിന്നെ ഇത് ട്യൂഷൻ, സ്കൂളിലെ ക്ലാസ്. അപ്പോൾ നിങ്ങളുടേതായൊരു ലെവലിൽ നിങ്ങളുടെ ടൈം ടേബിൾ, ഞാനൊരു ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ട് അതനുസരിച്ച് നിങ്ങളുടേതായ രീതിയിൽ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ടൈം ടേബിൾ പറയും, പക്ഷെ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് പലരും പല ടൈം ടേബിളും പറയും. നിങ്ങൾ അതൊന്നും ഫോളോ ചെയ്യണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ സിറ്റുവേഷൻ അനുസരിച്ച്, ക്ലാസ്സസ് അനുസരിച്ച് നിങ്ങളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ടെലഗ്രാം ലിങ്ക് ഞാൻ ഈ വീഡിയോ പ്രോസസ്സ് ചെയ്യാനിട്ടതിന് ശേഷം നിങ്ങൾക്ക് അതിലെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം.
ഓക്കെ, ഗുഡ് നൈറ്റ് ഇട്ടേക്കാം, ടെലഗ്രാം ലിങ്ക് ഇട്ടേക്കാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ. നന്നായിട്ട് പഠിച്ചേക്കാം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് ഫീസ് അടച്ചവർ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നവർ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിന് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇമ്പ്രൂവ്മെൻറ്റിന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ.